ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹം ഏതൊരു സിനിമയിൽ മധുസാറൊക്കെ അഭിനയിച്ച ഒരു സിനിമയിൽ ഒരു വില്ലനായിട്ടോ എന്തോ ചെയ്യുന്നൊരു സമയത്താണ് നോട്ടീസ് ചെയ്യണതും. മധുസാറ് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പി ചന്ദ്രകുമാർ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ രതിലയം എന്ന് പറഞ്ഞിട്ട്, ആ ഒരു സിനിമയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആൻറ്റി ഹീറോ എന്നൊക്കെ പറയാം. മധുസാർ അഭിനയിച്ചിട്ടുണ്ട്, ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട്, കുറേ പേരുണ്ട് ആ സിനിമയിൽ. അതിൽ ഒരു പ്രധാനപ്പെട്ട റോളിലാണ് ക്യാപ്റ്റൻ രാജുവിനെ മധുസാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അവിടെ നിന്ന് അങ്ങോട്ടാണ് ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്ന ഒരു വില്ലൻ ശ്രദ്ധിക്കപ്പെടുന്നത് മലയാള സിനിമയിൽ. പിന്നീട് അദ്ദേഹം 90s ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കറിയാം കുറേ അച്ഛൻ വേഷങ്ങൾ. 80s തന്നെ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനൊക്കെ ആക്റ്റീവായിട്ട് സിനിമയിൽ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം സൈഡ് റോളുകളിലേക്കും അച്ഛൻ റോളുകളിലേക്കൊക്കെ ഒരു മടി കൂടാതെ മാറിയ വ്യക്തിയാണ്. നസീർ സാറൊക്കെ നമുക്കറിയാം പിന്നീട് പൊളിറ്റിക്സിലേക്ക് പോയി. അദ്ദേഹം പിന്നെ തിരിച്ചു വന്ന് 1-2 സിനിമകൾ കഴിഞ്ഞ് അദ്ദേഹം സംവിധാനത്തിലോട്ട് ഇറങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നപ്പോഴാണ് അദ്ദേഹം വിട പറഞ്ഞത്. പിന്നീട് ആ ഒരു കാലഘട്ടത്തിലുള്ള പല നടന്മാരെയും വെച്ച് നോക്കുമ്പോൾ ആക്റ്റീവായിട്ട് സിനിമയോടൊപ്പം തന്നെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം.